നമ്മൾ പ്രശ്നോത്തര രത്നമാലികയിൽ 38 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവസാനത്തെ ചോദ്യം കാ സംരക്ഷ്യ എന്നായിരുന്നു. ആരാണ് സംരക്ഷിക്കപ്പെടേണ്ടവൾ? സംരക്ഷിക്കപ്പെടേണ്ടവൾ ആര്? മറുപടി പറഞ്ഞു കീർത്തി, പതിവ്രത, നിജബുദ്ധി. നൈജബുദ്ധി. നൈജബുദ്ധി പറഞ്ഞാൽ നിജബുദ്ധി. അപ്പോൾ കീർത്തിയും പതിവ്രതയും സ്വന്തം ബുദ്ധിയും സംരക്ഷിക്കപ്പെടണം. തുടർന്ന് കാ കൽപ്പലതാലോകേ സച്ഛിഷ്യായാർപ്പിതാ വിദ്യ കോക്ഷയവടവൃക്ഷ സ്യാദ് വിധിവത് സത്പാത്രദത്തദാനം യത്. കാ കൽപ്പലതാ ലോകേ, ഇതാണ് ചോദ്യം. ലോകേ കൽപ്പലത കാ, ലോകത്തിൽ കൽപ്പലത എന്താണ്? എന്താണ് കൽപ്പലത? കൽപ്പലത എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചതൊരു സാങ്കല്പിക ലതയാണ്, വള്ളി. കൽപ്പവൃക്ഷം പോലെ. കൽപ്പവൃക്ഷം ഇത് പ്രസിദ്ധമായ സങ്കല്പമാണല്ലോ. സ്വർഗലോകത്തിലുള്ള ഒരു വൃക്ഷം. ആ വൃക്ഷത്തിനരികെ ചെന്ന് ആരെന്ത് പ്രാർത്ഥിക്കുന്നോ അത് സഫലമായി തീരും എന്നൊരു വിശ്വാസം. സമാനമായി പറയപ്പെടുന്ന വള്ളിയാണ് കൽപ്പലത. കൽപ്പലത ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നു. കൽപ്പലത നാശമില്ലാതെ ഫലത്തെ നൽകുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, ലോകത്തിൽ എന്താണ് കൽപ്പലത? മറുപടി സച്ഛിഷ്യായ അർപ്പിത വിദ്യ. സച്ഛിഷ്യനായിക്കൊണ്ട് അർപ്പിക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ട വിദ്യ, അറിവാണ് കൽപ്പലത. ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാധനമാണ്, അറിവാകുന്ന സമ്പത്താണെന്ന് നമുക്കറിയാം. അത് സുവിദിതമാണ്. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ അറിവ് നമുക്ക് ലഭിച്ചതാണ്. അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, ഗുരുജനങ്ങളിൽ നിന്ന്, സമാജത്തിൽ നിന്ന്, അങ്ങനെ പല പല മേഖലകളിലൂടെ, അതുപോലെ നമ്മുടെ തപസ്സിലൂടെ ഒക്കെ നമ്മൾ ആർജിച്ചതാണ്, നമുക്ക് ലഭിച്ചതാണ്. ആർജിച്ചതിനെ, ലഭിച്ചതിനെ നൽകിയിരിക്കണം. എന്ത് ലഭിച്ചിട്ടുണ്ടോ അത് നൽകിയിരിക്കണം, കൊടുത്തിരിക്കണം. അത് സാമാന്യമായ നിയമമാണ്. എവിടെയാണ് വിദ്യ, അറിവിനെ കൊടുക്കേണ്ടത്? അതാണ് പറഞ്ഞത്, സച്ഛിഷ്യന് കൊടുക്കണം. ഉപദേശിക്കപ്പെടാൻ യോഗ്യനാണ് ശിഷ്യൻ. ഉപദേശിക്കപ്പെടാനുള്ള പാത്രത്വമുള്ളവൻ, യോഗ്യതയുള്ളവൻ, ജിജ്ഞാസയും വിനയവും സമ്പ്രദായ ശുദ്ധിയും എല്ലാം ഉള്ള ആളാണ് ശിഷ്യൻ. സച്ഛിഷ്യൻ, ധർമ്മത്തിനനുസൃതമായി നല്ല ശിഷ്യൻ എന്ന് പറയാം. ശരിയായ ശിഷ്യൻ, താത്പര്യം ശിഷ്യഭാവങ്ങളെല്ലാം ഉള്ളവൻ, ശിഷ്യഗുണ സമന്വിതൻ. അപ്പം അങ്ങനെയുള്ള സച്ഛിഷ്യന് ആയിക്കൊണ്ട് അർപ്പിതയാകുന്ന, നൽകപ്പെടുന്ന, ഉപദേശിക്കപ്പെടുന്ന, കൈമാറപ്പെടുന്ന വിദ്യ, അറിവ്, അതാണ് കൽപ്പലത പോലെ എന്നുമെന്നും നിലനിൽക്കുന്നതും തനിക്ക് എല്ലാവിധ മഹിമയെയും നൽകുന്നതും. സച്ഛിഷ്യന് നൽകപ്പെട്ട വിദ്യ അയാളിലൂടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടും. അങ്ങനെ തലമുറകളിലേക്ക് വിദ്യ പകർന്നു നൽകപ്പെടുമ്പോൾ അത് സഫലമാകും, ഗുരുനാഥൻ കൃതാർത്ഥനാകും. അതുകൊണ്ടാണ് സച്ഛിഷ്യന് നൽകപ്പെട്ട വിദ്യയാണ് കൽപ്പലത എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, കോക്ഷയവട വടവൃക്ഷ. അക്ഷയവടവൃക്ഷം ആരാണ്, ഏതാണ്? അക്ഷയമായ, ഒരിക്കലും നശിക്കാത്ത വടവൃക്ഷം. സാമാന്യമായ വൃക്ഷങ്ങളൊക്കെ തന്നെ ഒരു വലിയ തായ്തടി, ആ തായ്തടിയിലൂടെ വികസിതങ്ങളായ ശാഖകൾ, ആ ശാഖകൾക്ക് ഉപശാഖകൾ, അവയ്ക്ക് വീണ്ടും ഉപശാഖകൾ, അങ്ങനെ കവരങ്ങളായി, ഇലകളായി, പൂക്കളായി, കായ്കളായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് വൃക്ഷങ്ങൾ. എന്നാൽ വടവൃക്ഷത്തിൻ്റെ സവിശേഷത
അതിൻ്റെ ഓരോ കൊമ്പിൽ നിന്നും വേടുകൾ ഇറങ്ങുകയാണ് ഭൂമിയിലേക്ക്. അങ്ങനെ ഇറങ്ങുന്ന വേട് ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് വലുതാവും. അത് വലുതായി തായ്തടി പോലെയാവും. ഇങ്ങനെ ആയിരക്കണക്കിന് ശാഖകളിലൂടെ ആയിരക്കണക്കിന് വേടുകൾ ഇറങ്ങി ഒരു വടവൃക്ഷം വ്യാപിച്ചു എന്ന് സങ്കല്പിക്കൂ. പരിധിയില്ലാതെ അത് വലുതാവും. അത് വ്യാപിക്കുന്ന മേഖല എത്രയാണെന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ ലോകത്തെ സംബന്ധിച്ച് അങ്ങനെ വികസിക്കാനുള്ളൊരു സാഹചര്യം വൃക്ഷങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് ഒരു പരിധിക്കുള്ളിലെ വടവൃക്ഷം വികസിക്കൂ. എന്നാൽ താത്വികമായി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ വടവൃക്ഷത്തിൻ്റെ വ്യാപനം നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ അക്ഷയമായ വടവൃക്ഷം ഈ ലോകത്തിൽ എന്താണ് എന്നാണ് ചോദ്യം. അതിന് മറുപടി വിധിവത് സത്പാത്രദത്തദാനം. വിധിപ്രകാരം സത്പാത്രത്തിൽ നൽകപ്പെട്ട ദാനമാണ് അക്ഷയവടവൃക്ഷം. സത്പാത്രത്തിൽ നൽകപ്പെട്ട ദാനം. 2 വിധിവത് നൽകപ്പെട്ടത്. 2 വശങ്ങൾ അല്ലെങ്കിൽ 2 ആശയങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, അത് വിധിവത് നൽകപ്പെട്ടതാകണം. വിധിവത് നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിയായ ശ്രദ്ധയോടുകൂടി നൽകിയത്, ഭക്തിയോടുകൂടി നൽകിയത്, അറിവോടുകൂടി നൽകിയത്. ശ്രദ്ധയാദേയം, അശ്രദ്ധയാ അദേയം, ശ്രിയാദേയം, ഭിയാദേയം, സംവിദാദേയം എന്നൊക്കെ ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായ അറിവോടുകൂടി നൽകിയത്, ശരിയായ ഭാവശുദ്ധിയോടുകൂടി നൽകിയത്, ദേശം, കാലം, പാത്രം തുടങ്ങിയവയെ അറിഞ്ഞ് നൽകിയത്, അഥവാ തീർത്തും സമർപ്പണഭാവത്തിൽ നൽകിയത്. അപ്പോൾ വിധിവത്തായി. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നൽകിയത് വിധിവത്തായി. ആ നൽകുന്നതോ സത്പാത്രത്തിലായിരിക്കണം, ദുഷിച്ച പാത്രത്തിലാവരുത്. ദുഷിച്ച പാത്രത്തിൽ നൽകപ്പെടുന്ന ദാനം ലോകത്തിന് ഉപദ്രവമായി തീരും. നല്ല ഉദ്ദേശ്യത്തിൽ നമ്മൾ നൽകിയാലും അത് ലോകത്തിന് നാശകരമായി തീരും. അതുകൊണ്ട് സജ്ജനങ്ങളിൽ നൽകിയ, സത്പാത്രങ്ങളിൽ നൽകിയ ദാനമാണ് വടവൃക്ഷം പോലെ വളർന്ന് വികസിച്ച് മഹിമയെ പ്രാപിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.